നമസ്കാരം. വന്ദേമാതരം ഇത്രത്തോളം വിവാദമാകുമെന്ന് ആരും ചിലപ്പോൾ കരുതി കാണില്ല. ആ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വന്ദേ മാതരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലങ്ങളെ ഓർമ്മിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ വിവാദങ്ങളും എന്ന് പറയേണ്ടി വരും. ശരിയായിരിക്കാം, അത് ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ചും കൂടി പറയേണ്ടതുണ്ട്. കാരണം ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത്തരത്തിലുള്ള ഓരോ വിവാദങ്ങൾ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഈ വിവാദം എന്ന് പറയുന്നത് ബംഗാളിലേക്ക് പോകട്ടെ എന്നുള്ളതാണ്. കാരണം പശ്ചിമ ബംഗാളിൽ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ എങ്ങനെ ബംഗാളിനെ പിടിച്ചെടുക്കാം എന്നുള്ളത് ഒരു ചിന്തയാണ്. ഏതൊരു സംസ്ഥാനത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളും ഗുലുമാലുകളും ഒക്കെ BJP ഉണ്ടാക്കിയിടാറുണ്ട്. അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് ഗിമിക്സ് ആണോ ഈ വന്ദേ മാതരം? വന്ദേ മാതരം രചിച്ചിട്ട് 150 വർഷമായി. 149 വർഷവും 11 മാസവും ഇതുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപമോ പരാതിയോ ഇന്നു വരെ ഉണ്ടായിട്ടില്ല. എനിക്ക് 66 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഓർമ്മയിൽ ഇതൊരു വിവാദമായി ഒരാൾ പോലും ഇന്നു വരെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം നമ്മൾ കാണുന്നു 10 ദിവസമോ 10 മണിക്കൂറോ ഇന്ത്യൻ പാർലമെന്റിൽ വന്ദേ മാതരത്തെ കുറിച്ചൊരു ചർച്ച. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിന് പോലും 1 മണിക്കൂർ എങ്ങാണ്ടേ ചർച്ച നടത്തിയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇത്രയും സമയം അത് ചർച്ച നടത്തുന്നു എന്നുള്ളത് തന്നെ ഈ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ഉത്തരവാദിത്വവും പങ്കുമൊന്നും ഇല്ലാതെ വന്നാൽ ജാള്യതയും അപകർഷതാബോധവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല കാര്യത്തിൽ പങ്കില്ലല്ലോ എന്ന് വരുമ്പോൾ എന്നാൽ പിന്നെ അത് കുഴപ്പം പിടിച്ചതാണെന്ന് സ്ഥാപിക്കാൻ ഒരു വ്യഗ്രത വരും. ആ വ്യഗ്രതയാണ് ഇപ്പോൾ എടുത്ത് കാട്ടുന്നതെന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. ഇനി ഈ വ്യഗ്രത ഇപ്പോൾ ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ചൊരു കാര്യം കൂടി ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെയുണ്ട്. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാൾകാരനാണ്. ബംഗാൾ വിഭജനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുമൊക്കെയാണ് ഈ വന്ദേ മാതരത്തിന്റെ രചന. 1875 രചിക്കുന്നു. അതിന് കൃത്യമായ ഒരു ദിവസം എങ്ങും റെക്കോർഡിക്കലി ഇല്ല. പക്ഷേ 1950 ജനിച്ച നരേന്ദ്രമോദി, അതായത് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയപ്പോൾ ജനിച്ച പ്രധാനമന്ത്രി കൃത്യമായ ഒരു തീയതി കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നവംബർ 7. അത് ഒരു പുണ്യ ദിവസമാണ്. അപ്പം ഈ പുണ്യ ദിവസങ്ങളിലേക്കൊക്കെ ചില വിഷയങ്ങൾ കൊണ്ടുവന്ന് കയറ്റിയാൽ അത് ഈ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതൊക്കെ ചിലവാകും. എന്നിട്ട് പറഞ്ഞു വരുന്നത് എന്താ, 6 ശ്ലോകങ്ങളുള്ളതിൽ 2 ശ്ലോകം മാത്രമായി അത് പരിമിതപ്പെടുത്തി ബാക്കിയുള്ളതൊക്കെ നെഹ്റു മുസ്ലിങ്ങൾക്കും മുസ്ലിം ലീഗിനും വേണ്ടി വെട്ടിയരിഞ്ഞു എന്നൊക്കെയാണ്. അത് അന്ന് മുഹമ്മദ് അലി ജിന്ന ഇത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിരുന്നുവെന്നും ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ വെട്ടിച്ചുരുക്കിയതെന്നും ഒപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇന്ത്യയെ പോലും അങ്ങനെ രണ്ടായിട്ട് വെട്ടി മുറിക്കുന്നതിന് ഈ മുസ്ലിം ലീഗിന്റെ ഒരു വല്ലാത്ത സമ്മർദ്ദമുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വെട്ടിമുറിക്കാൻ മാറ്റപ്പെട്ടതാണോ വന്ദേ മാതരം എന്ന് പറയപ്പെടുന്നത്? അത് ഈ ചോദ്യം വളരെ പ്രസക്തമാവുകയാണ് ഇപ്പോൾ. അത് നമ്മൾ മറ്റു ചിലതുമായിട്ട് കൂടി കൂട്ടി വായിക്കുമ്പോഴേ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ പിടികിട്ടും. 52 സെക്കൻഡിൽ നമ്മൾ അഭിമാനത്തോടെ ആലപിക്കുന്ന ജനഗണമനയില്ലേ, ദേശീയ ഗാനം 5 ശ്ലോകമാണ്. 5 ശ്ലോകം. പക്ഷെ അത് 52 സെക്കൻഡിൽ ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ രവീന്ദ്രനാഥ ടാഗോറും കോൺഗ്രസും എല്ലാം കൂടി ഒതുക്കി. കാര്യം എന്താ, ഈ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അറ്റൻഷനായി നിൽക്കണം. 52 സെക്കൻഡ് പോലും നിൽക്കാൻ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. 51 സെക്കൻഡ് ആകുമ്പോൾ പോയാൽ എന്താ, എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് യോജിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ദേശീയ ഗാനവും ഇതേപോലെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ അംഗീകരിച്ചിട്ടില്ല. ദേശീയ ഗാനത്തിനു മുന്നേ രചിച്ചതാണ് ഈ വന്ദേ മാതരം. വന്ദേ മാതരത്തിലൂടെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈശ്വര ഗാനമാണ്. ആ രീതിയിലാണ് ദേശഭക്തിയും ഈശ്വര ഗാനവും ഒക്കെ ആയിട്ടാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാര്യം കൂടി എനിക്കതിൽ കൂട്ടിച്ചേർക്കാനുണ്ട്. ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആദ്യം ചൊല്ലുന്നത് ഈ വന്ദേ മാതരം ചൊല്ലിയാൽ പിന്നീട് ഒരു മുദ്രാവാക്യം വിളിയുണ്ട്, ഭാരത് മാതാ കി ജയ്. രണ്ടാമത് വിളിക്കുന്നതാണ് മഹാത്മാഗാന്ധി കി ജയ്.
അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് കോൺഗ്രസുകാർ വിളിച്ചിരുന്ന ഭാരത് മാതാ കി ജയ് ഇപ്പൊ ആരുടെ കസ്റ്റഡിയിലായി? ഇപ്പൊ ആരെങ്കിലും 10 പേര് ഒന്നിച്ച് നിന്ന് ഭാരത് മാതാ കി ജയ് എന്ന് കൊടി പിടിക്കാതെ വിളിച്ചാൽ പറയും RSS BJP വരുന്നെന്ന് പറയും. ഇനി ഇതേ പരിപാടി നമ്മളുടെ CPM-ലുമുണ്ട്. ഉപ്പ് സത്യാഗ്രഹം നടന്ന 1930 നമ്മുടെ അംശി നാരായണ പിള്ള എന്ന തിരുവനന്തപുരത്തുകാരൻ ഒരു പാട്ട് എഴുതിയതാണ് വരിക വരിക സാഹചര്യം. അതിലെ ഒരു ഭാഗമാണ് എത്ര നാളിങ് അടിമയായി കിടക്കണം സഖാക്കളെ. 1930 അത് സഖാക്കളെ കൂട്ടുകാരെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ആയിക്കോട്ടെ. സഖാക്കളെ എന്നുള്ള സഖാവ് എന്ന ഒരു വാക്ക് മലയാളത്തിന് ആദ്യമായി സംഭാവന ചെയ്തത് ഉപ്പ് സത്യാഗ്രഹത്തിന് അംശി നാരായണ പിള്ളയാണ്. CPM ഇന്ത്യയിൽ ഉണ്ടാകുന്നത്, കേരളത്തിൽ ഉണ്ടാകുന്നത് 1939. ആ 39-നും 9 വർഷം മുമ്പേ കോൺഗ്രസുകാർ സഖാവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാരത് മാതാ കി ജയ് BJP കൊണ്ടുപോയി, സഖാവ് CPM കൊണ്ടുപോയി. കോൺഗ്രസിന് അന്നും ഇന്നും ഉള്ള ഒരേ ഒരു സംഗതി ബാക്കിയുണ്ട്, ജയ് ഹിന്ദ്. അത് മാത്രം വേറെ ആരും കൊണ്ടുപോയി. ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ വന്ദേ മാതരത്തിന് കൂടുതൽ ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകം ഒരു ദേശീയ ഗീതത്തിനൊക്കെ പറഞ്ഞാൽ പരിമിതപ്പെടുത്തി എവിടെയൊക്കെ ചൊല്ലേണ്ടതാണ് ദേശീയ ഗീതം, ദേശീയ ഗാനമൊക്കെ അത് സമയം ഉപയോഗിക്കാൻ പാടില്ല. അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ തന്നെ സമ്മതത്തോടെയും ഒരു സമിതിയാണ്. ഇന്നത്തെ പോലെ കേരളത്തിലെ പിണറായി വിജയനോ കേന്ദ്രത്തിലെ ഒരു നരേന്ദ്രമോദിയോ ഒറ്റയ്ക്കെടുക്കുന്ന പോലെയുള്ള തീരുമാനങ്ങളൊന്നും അല്ല അന്ന്. പിന്നെ ഇന്ത്യക്ക് വിഭജനമുണ്ടായതാണല്ലോ വിഷയം. അന്നത്തെ ഹിന്ദു മഹാസഭ ഇന്ത്യയെ വിഭജിക്കാൻ പാടില്ല എന്നൊരു പ്രമേയം പാസാക്കിയിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. തീർച്ചയായിട്ടും നടക്കില്ല. ഹിന്ദു മഹാസഭയാണ് ദ്വിരാഷ്ട്രവാദം ആദ്യമായി ഉന്നയിച്ചത്. അതേപോലെ നമ്മളുടെ 1875 ഈ വന്ദേ മാതരം രചിച്ചെങ്കിലും അത് ആദ്യമായി ആലപിക്കുന്നത് 1896 ശ്രീ നരേന്ദ്രമോദി തന്നെ പാർലമെന്റിൽ പറഞ്ഞു. അതെ, അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് ഏത് യോഗത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് പറയാനാകാതി പലവട്ടം ചോദിക്കും. അത് പറയാനൊക്കില്ല. കാരണം അതിന്റെ DNA ടെസ്റ്റ് നടത്തിയാൽ 1896 ഡിസംബർ 28 കൽക്കട്ടയിലെ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് അത് ആലപിച്ചത്. ജനഗണമന ആലപിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. അത് 1911 കൽക്കട്ട കോൺഗ്രസിലാണ്. അന്നൊക്കെ എല്ലാ വർഷവും കോൺഗ്രസിന് അഖിലേന്ത്യാ സമ്മേളനമുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ദേശീയ ഗാനം, ദേശീയ ഗീതം, ഇതിനകത്തൊന്നും BJPക്കോ ഹിന്ദു മഹാസഭയ്ക്കോ ഒരു ഇതുമില്ല. ഒന്നുകൂടി അവിടെ നമുക്ക് കാണണം. ഈ ത്രിവർണ്ണ സ്വാതന്ത്ര്യ സമരം ഇടയ്ക്ക് കയറി പറഞ്ഞത് മാത്രം, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഇവരുടെ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അതുകൂടിയെങ്കിൽ മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ച് പറയാനവർക്കുണ്ടോ? സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എങ്ങും നമ്മൾക്ക് ഇപ്പം ആരെങ്കിലും ഒരാള് ഇന്ന് വന്ന് ഇന്നിട്ട് അന്ന് ഞങ്ങളുടെ ഇന്നാര് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും തെളിവുകൾ വേണ്ടേ? എത്രയോ വർഷങ്ങൾ, 5000-ഉം 50,000-ഉം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മുടെ രാജ്യത്ത് തെളിവുണ്ട്. പക്ഷേ ഈ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഈ സ്വാതന്ത്ര്യ സമരം നടത്തിയത് മുഴുവൻ RSSകാരാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം തെളിവുകൾ കൊണ്ടുവരാം. പക്ഷേ തെളിവ് വേണ്ടേ? അല്ല സാർ, അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു വിഷയം ഞാനിതിപ്പോൾ പറയാൻ കാരണം, സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ കോൺഗ്രസ് മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഒപ്പം തന്നെ ഈ ബാലഗംഗാധര തിലകനെയും സർദാർ പട്ടേലിനെയും ഒക്കെ വെച്ച് ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇവർക്ക് അത്തരത്തിൽ പറയാനൊരാളില്ല. പറയാനൊരാളുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരത് പറഞ്ഞ് മുമ്പോട്ട് പോകുമായിരുന്നു. പകരം സർദാർ പട്ടേലിനെ പോലുള്ള കോൺഗ്രസിന്റെ നേതാക്കളുടെയൊക്കെ ചിത്രം ഉണ്ടാക്കിയെടുത്ത് അവരുടെ പ്രതിമയൊക്കെ നിർമ്മിച്ച് അത് തങ്ങളുടേതാണെന്നുള്ള അവകാശവാദത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ഈ സർദാർ വല്ലഭായ് പട്ടേൽ പണ്ട് ഹിന്ദു മഹാസഭയുടെ ആളായിരുന്നു എന്നും അദ്ദേഹം RSSകാരനാണെന്നും പറയുന്ന തരത്തിലേക്ക് എത്തും. ആ ഒരു സാഹചര്യമാണ് വരുന്നതെന്ന് തോന്നുന്നു. അതെ, അങ്ങനെയല്ലേ നമ്മൾ ഇതിനെല്ലാം നോക്കിക്കാണേണ്ടത് സത്യത്തിൽ. അതായത് ഈ സ്വന്തമായി നമ്മളുടെ കുടുംബത്തിൽ നിന്നും എവിടെയെങ്കിലും കൊണ്ടുപോയാൽ 4 പേര് അറിയുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന ആരെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? 4 പേര് അറിയുന്ന നാട്ടിലെ ആരെയെങ്കിലും കൂടെ നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ഇന്നാരുടെ ആളാണ് ആ കെയർ ഓഫിൽ. ഈ പ്രത്യേകിച്ച് വിവാഹത്തിനൊക്കെ പോകുമ്പോഴാണ് ഈ ചിലര് ഈ വിവാഹത്തിന് VIP-മാരെ വിളിക്കുന്നത് തന്നെ ഈ ഇങ്ങനെ ഒരു പരിവേഷം കിട്ടാൻ. കാരണം കുടുംബത്തിൽ നിന്ന് ആരും ഇല്ല. എന്നാ പിന്നെ വല്ല സിനിമാ നടനെയോ
അതേപോലെ ഈ കട ഉദ്ഘാടനം ചെയ്യാൻ ഈ സിനിമാ നടിമാരെ എന്തിനാ കൊണ്ടുവരുന്നത്? ആള് കൂടാൻ. അതേപോലെ ഞങ്ങൾക്കും സ്വാതന്ത്ര്യ സമരത്തിലെ ആരും സ്വന്തമായിട്ടില്ല, എന്നാൽ ഞങ്ങൾ പട്ടേലിനെ തൽക്കാലത്തേക്കൊന്ന് കടമെടുക്കാൻ വേണ്ടി പോകുന്നവർ ആദ്യം ആലോചിക്കേണ്ടത് RSSനെ ഈ രാജ്യത്ത് നിരോധിച്ചത് ഇതേ പട്ടേൽ തന്നെയാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ വന്ദേ മാതരം എന്ന ഈ ഒരു ദേശീയ ഗീതം ഒപ്പം ദേശീയ പതാക, ആ ദേശീയ പതാകയെ കുറിച്ച് പറഞ്ഞു വന്നിട്ടുള്ളത് എന്താ? 3 എന്ന് പറയുന്നത് ദുശകനമാണ്. 3 വർണ്ണം പാടില്ല, ഒറ്റ വർണ്ണമേ പാടുള്ളൂ, അത് കവിയായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അത് വന്ദേ മാതരത്തിൽ തുടങ്ങി, ജനഗണമനയിൽ തുടങ്ങി, എല്ലാ കാര്യത്തിലും തർക്കമുന്നയിക്കുക വർഷങ്ങളായി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് 2000 ആണ്ടിലാണ്. 99 മുതൽ 2004 വരെയുള്ള 6 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി AB വാജ്പേയിയാണ്. ആ AB വാജ്പേയി പോലും വന്ദേ മാതരത്തിന്റെ 125ാം വാർഷികം അന്നായിരുന്നു. ആ 125ാം വാർഷികത്തിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കണ്ടേ? അദ്ദേഹം ഒരക്ഷരം മുണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, 1971 ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ 2ആക്കി മാറ്റി ബംഗ്ലാദേശ് രാജ്യം രൂപീകരിച്ചപ്പോൾ AB വാജ്പേയി ഇന്ദിരാഗാന്ധിക്ക് ഇട്ട പേര് ഇന്ത്യയുടെ ദുർഗാ ദേവി എന്നാണ്. ഇന്ദിരാഗാന്ധിയെ, ജവഹർലാൽ നെഹ്റുവിന്റെ മകളെ, വാജ്പേയി വിശേഷിപ്പത്. പക്ഷെ ആ വാജ്പേയിയോ ആ LK അദ്വാനിയോ BJPയുടെ ആദ്യകാല നേതാക്കന്മാരെയോ ആരെയെങ്കിലും ഇവർ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോഴും ഇല്ല, ഒരിക്കലും ഇല്ല. 1950 സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ച ശ്രീ നരേന്ദ്രമോദിയാണോ ഈ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചൊക്കെ ആധികാരികമായി പറയേണ്ടുന്ന ആൾക്കാർ? അതിനിവിടെ ചരിത്രകാരന്മാരില്ലേ? തീർച്ചയായിട്ടും. ചരിത്ര മ്യൂസിയങ്ങളില്ലേ? അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയതായിട്ട് അറിയാമോ? സുഭാഷ് ചന്ദ്രബോസ്, പട്ടേല്, നെഹ്റു, അബുൽ കലാം ആസാദ് എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ 1950 ജാനുവരി 24 ജനഗണമനയ്ക്കൊപ്പം, ജനഗണമന ദേശീയ ഗാനം, വന്ദേ മാതരം ദേശീയ ഗീതം. ഇനി ഒരു കാര്യം കൂടി ഞാൻ അവിടെ സൂചിപ്പിക്കാം. ഇപ്പം ദേശസ്നേഹത്തിന്റെ ഹോൾസെയിൽ വക്താവാരാ? BJP നരേന്ദ്രമോദിയ അല്ലേ? പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ 1ാം ക്ലാസ് മുതൽ പണ്ടത്തെ 10ാം ക്ലാസ്, ഇപ്പോഴത്തെ +2 വരെയും വരും. നമ്മൾ ആദ്യം ഒരു ഈശ്വര പ്രാർത്ഥനയോ ഒക്കെ വന്ദേ മാതരമോ ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു പ്രതിജ്ഞയുണ്ട്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അപ്പൊ ഒരു കുട്ടി ചോദിച്ചതാ, 1ാം ക്ലാസ്സിൽ ചെന്നപ്പോഴും ഇന്ത്യ എൻ്റെ രാജ്യമാണ്, 10ാം ക്ലാസ്സിലായപ്പോഴും പറയുകയാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഒരു ചേഞ്ച് വേണ്ടേ? അങ്ങനെ ചേഞ്ച് വരാൻ പറ്റൂ? ലോക അവസാനം വരെ ഇന്ത്യ എൻ്റെ രാജ്യമല്ലേ? ആ ദേശസ്നേഹം ഈ രാജ്യത്തെ കുട്ടികളിലൂടെ മുതിർന്ന പൗരന്മാർക്കും അടുത്ത തലമുറയ്ക്കും നൽകിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ആ നെഹ്റുവിനെ തമസ്കരിക്കാൻ നരേന്ദ്രമോദി എത്ര പ്രാവശ്യം ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും കഴിയുമോ? ലോകം ഇന്ത്യയെ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും ഗാന്ധിയിലൂടെ, നെഹ്റുവിലൂടെയാണ്. ഇതേ നരേന്ദ്രമോദി ഇതിനു മുമ്പ് ഒരു വിവാദ പ്രസ്താവന നടത്തിയ എന്താ? ഗാന്ധി സിനിമ അറ്റൻ ബറോ സംവിധാനം ചെയ്ത അല്ലേ, അദ്ദേഹം സംവിധാനം ചെയ്ത ഗാന്ധി സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ആളുകൾ ഗാന്ധിയെ കുറിച്ച് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞ, ഉപയോഗിക്കേണ്ട വാക്ക് വേറെയാണ്, പക്ഷെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു പ്രധാനമന്ത്രി രാഷ്ട്രത്തിന്റെ പിതാവിനെ അവഹേളിച്ചതാണ്. എത്ര ആളുകൾക്ക് അത് മനസ്സിൽ തട്ടി? എത്ര പേർ അത് തെറ്റാണെന്ന് പറഞ്ഞു? നമ്മുടെ നാട് ഇപ്പോൾ അത്രയേ ഉള്ളൂ. ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയോ ഒരു പാർട്ടിയോ എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ. പണ്ട് നമ്മൾ ഈ മുദ്രാവാക്യം, CPM-നെ ആയിരുന്നു പണ്ട് അത് കളിയാക്കുന്നത്. എന്തെങ്കിലും മുദ്രാവാക്യം വിളിച്ചാൽ അത് ഏറ്റുവിളിക്കുന്നതിന് പകരം അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറയുന്ന ഈ പരിപാടി, ഈ രീതി പുത്തൻ തലമുറ തിരിച്ചറിയണം. അവർക്കിപ്പോ ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് കമ്പ്യൂട്ടർ എന്നുള്ളൊരു വാക്ക് ഈ രാജ്യത്തിൽ ആദ്യമായി കൊണ്ടുവന്നതാരാ? ഓരോ വാക്ക് സംഭാവന ചെയ്യുന്ന ഓരോരുത്തര്. ശശി തരൂര് നമുക്ക് തന്ന ഒരു വാക്കുണ്ട്, അറിയാമല്ലോ, പ്രോക്സിനോസി നിഹിലി പിലിഫിക്കേഷൻ. അതിനു മുമ്പ് ഇങ്ങനെ ഒരു വാക്കുണ്ടെന്ന് നമുക്കറിയില്ല. അതേപോലെ കമ്പ്യൂട്ടർ എന്നുള്ളൊരു വാക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചും ബോധ്യപ്പെടുത്തിയും പ്രയോജനപ്പെടുത്തിയും ഉപയോഗപ്പെടുത്തിയും തന്ന വ്യക്തി രാജീവ് ഗാന്ധിയാണ്. അതും ഈ നെഹ്റുവിന്റെ മകളുടെ മകനാണ്. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ നോക്കൂ, എന്തിനാണ് ഈ നെഹ്റുവിനെ തമസ്കരിക്കാൻ ഈ ഇത്ര പാടുപെടുന്നത്? ഇത്ര വ്യഗ്രത എന്തിനാണ്? അത് മറ്റൊന്നുമല്ല, രാഷ്ട്രപിതാവ് ഗാന്ധിജി എന്നതുപോലെ രാഷ്ട്രശില്പി
നെഹ്റു തന്നെയാണ്. മതേതരത്വം ഇല്ലാതാക്കണമെങ്കിൽ നെഹ്റുവിനെ ഇല്ലാതാക്കണം. അതാണ് ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ കുറെ ബംഗാളികൾക്കെങ്കിലും എന്തെങ്കിലും തോന്നിയിട്ട് 10 വോട്ട് കിട്ടുമോ എന്നുള്ളതാണ് ലക്ഷ്യം. അത് മമതാ ബാനർജി നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ നല്ല മറുപടി പ്രിയങ്ക ഗാന്ധി എത്ര ഭംഗിയായി, വായിക്കുമ്പോൾ എല്ലാം വായിക്കണം, ലെറ്ററിലെ 2 വരി മറച്ചു വെച്ചിട്ട് വായിക്കരുത് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയോട് കൃത്യമായി ഒരു പരിധി വരെ അപഹസിക്കുകയോ പരിഹസിക്കുകയോ അതേസമയം സത്യം തുറന്നു പറയുകയോ ചെയ്ത പ്രിയങ്ക ഗാന്ധിക്ക് അത് കഴിയുന്നത് ആ നെഹ്റുവിന്റെ രക്തം തന്നെ ആ ശരീരത്തിലും കൂടി ഓടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ BJPക്ക് ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ ഓരോ കാലഘട്ടം എനിക്കൊന്ന് ഓരോ ഇപ്പം ഈ അടുത്തൊരിക്കൽ വരുന്നു തിരുപ്പറംകുണ്ട്രം, തമിഴ്നാട്ടിൽ തിരുപ്പറംകുണ്ട്രം എന്ന് പറയപ്പെടുന്ന മുരുകമലയെ ഈ പറയുന്ന പോലെ സിക്കന്ദർ മലയാക്കി മാറ്റണമെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗക്കാരുണ്ട് മുസ്ലിങ്ങൾ. ഒപ്പം തന്നെ അവിടുത്തെ ദർഗയ്ക്കകത്ത് പോയി എന്താണ് ദീപം തെളിയിക്കണമെന്ന് പറയപ്പെടുന്ന സംഘപരിവാരുകാർ വീണ്ടും മറ്റൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്, തമിഴ്നാട്ടിൽ വരാൻ പോകുന്ന മറ്റൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് BJPയും ഒക്കെ കൂടെ നടത്താൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ സത്യത്തിൽ തിരിച്ചറിയേണ്ടതുള്ളത്തെ ജനങ്ങളല്ലേ. ഓരോ സ്ഥലത്ത് ഇപ്പൊ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിനകത്തും അതുപോലെ തന്നെ ചാട്ടുപൂജ എന്ന് പറഞ്ഞൊരു പൂജയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി. ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾക്ക് പിന്നിലും ഏതെങ്കിലും ഒക്കെ ഒരു തരത്തിലുള്ള വർഗീയത അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആ ഒരു മതവുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വിഷയം ഉണ്ടാക്കിയെടുത്ത് അതിനെ കത്തിക്കുക, അതിൽ നിന്ന് വോട്ട് നേടുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് BJP തരംതാണ് പോകുന്നുണ്ട് എന്ന് തന്നെയല്ലേ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? അതോ ഇതവരുടെ തന്ത്രമായിട്ട് കണ്ട് നമ്മൾ മാറ്റിവെക്കണം? തന്ത്രമാണ്. പക്ഷേ തന്ത്രം എന്ന് പറയുന്നത് എല്ലായിടത്തും എടുത്ത് ഉപയോഗിക്കേണ്ടുന്നതല്ല. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യേണ്ടുന്നത് ആരായിരിക്കണം? ഇന്ത്യയുടെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിയോ ഉദ്ഘാടനം ചെയ്യാം. അതൊരു പൂജാരിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുകയും അയോധ്യ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം പണിയുമ്പോൾ ആ ക്ഷേത്രത്തിൽ ആദ്യമായി അത് ഉദ്ഘാടനമോ പൂജയോ ചെയ്യേണ്ടതാരാ? ഒരു വലിയ തന്ത്രിയായിരിക്കും. അവിടെ പോയി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം നോക്കുക. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സന്യാസി, അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്നത് മോഡി പ്രധാനമന്ത്രി. ഇന്ത്യ പോലെ ഒരു രാജ്യം, ഇത് ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അധപ്പതിക്കുക എന്നുള്ള വാക്ക് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. എന്ത് മാറ്റമാണ് നമ്മുടെ രാജ്യത്തിന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതെല്ലാം എനിക്ക് കൃത്യമായി പറയാനുള്ളത് പുത്തൻ തലമുറയാണ്. കാരണം ഈ പുത്തൻ തലമുറയ്ക്ക് ഈ വന്ദേ മാതരം ഏതാണെന്ന് അറിയില്ല. അവർക്കാകെ വന്ദേ ഭാരത് അറിയാം. BJPയുടെ MP പോലും വന്ദേ മാതരം എന്നല്ല പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ വന്ദേ മാതരം ഒന്നും കേട്ട ഓർമ്മയില്ല. വന്ദേ ഭാരതാണ്. ഇവിടെ വന്ദേ മാതരം നമ്മൾ സ്കൂളിൽ ചൊല്ലിയതിന് ശേഷം അതേ കാലഘട്ടത്തിൽ തന്നെ ചൊല്ലിയ മറ്റൊരു ഈശ്വര ഭക്തി ഗാനം എനിക്ക് ഓർമ്മയുണ്ട്. അഖിലാണ്ട മണ്ഡലം മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ പാഠങ്ങളിൽ ആ രീതിയിൽ രാജ്യത്ത് വന്ദേ മാതരം സുജലാം സുലഭം മലയജ ശീതള സസ്യശ്യാമള മാതളം എന്നൊക്കെ പറഞ്ഞ് മാതരം എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു 8 വരി അതിനെ എന്താണ് വികൃതമാക്കി, വോട്ടിന് വേണ്ടി വികൃതമാക്കി അവിടെ വർഗീയത കൊണ്ടുവന്നിട്ട് അതിനകത്ത് ദുർഗാദേവിയെ പൂജിക്കുന്ന ഒരു വരിയുണ്ട്, അതില്ലാതാക്കി. അതുകൊണ്ടാണ് ഇന്ത്യ എന്ത് വലിയ കണ്ടെത്തല. ഇന്ത്യ 2 രാഷ്ട്രമായി മാറാൻ ഇടവരുത്തിയത് എന്താണ്? PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ട് ABCD ഇവരാണ് പരീക്ഷ നടത്തുന്നതെങ്കിൽ പറയും വന്ദേ മാതരത്തിന്റെ അവസാനത്തെ 4 ശ്ലോകം വെട്ടിക്കുറച്ചത് കൊണ്ടാണ് ശരി ഉത്തരം. ഈ രീതിയിൽ ചരിത്രത്തെ അപഹസിക്കുന്ന, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഇത്തരം പരിപാടികൾക്ക് യുവതലമുറ മറുപടി കൊടുക്കണമെന്നാണ് അവരോട് നമ്മൾക്ക് പറയുന്നത്. തീർച്ചയായിട്ടും.